ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു കഫ്താനാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം തന്നെ തുണി രണ്ടാക്കി മടക്കിയിടുക. അതിനുശേഷം മറ്റേ അറ്റത്തേക്ക് ഈ തുണി നമ്മൾ കൊണ്ട് ചെന്നിങ്ങനെ മുട്ടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൺ ടൈപ്പ് കിട്ടിയത് കണ്ടോ, ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ മടക്കിയിടണം നമ്മുടെ തുണീനെ. അതിന് ശേഷമാണ് നമ്മൾ അളവുകളൊക്കെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിത് അളവുകൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തുണി ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ടതാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അളവുകളൊക്കെ രേഖപ്പെടുത്തുന്നത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മൾ അളവുകളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഫ്താൻ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ നൈറ്റി ബിറ്റായിട്ടും തയ്ക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അളവുകൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നാലാക്കിയിട്ട് മടക്കിയിടുക. എന്നിട്ട് കോണോട് കോൺ ഇടുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നോക്കാം, രണ്ട് അടയാളപ്പെടുത്താം. കഴുത്തിൻ്റെ വീതിയായിട്ട് രണ്ട് അടയാളപ്പെടുത്താം. ഷോൾഡർ രണ്ട് തന്നെ അടയാളപ്പെടുത്താം. ചേട്ടാ ഷോൾഡർ ഇവിടുന്ന് പിടിച്ച് കഴിഞ്ഞാൽ രണ്ട്. കഴുത്തിൻ്റെ വീതി രണ്ട്, ഷോൾഡർ രണ്ട് അടയാളപ്പെടുത്താം. താഴേക്ക് കഴുത്തിൻ്റെ നീളം 3 അടയാളപ്പെടുത്താം. ഇവിടുന്ന് രണ്ട് തന്നെ ഇല്ലേന്ന് നോക്കുക. ഇതിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി കൈക്കുഴി 4.5 അടയാളപ്പെടുത്താം. കൈക്കുഴി ഒരു 4 മതി, 4 അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് നോക്കുക, 4 തന്നെ ഇല്ലേന്ന്. കഴുത്തിൻ്റെ വീതി ഷോൾഡറും നോക്കുക. അപ്പോൾ 4ൻ്റെ ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. താഴേക്ക് 4 എടുത്താൽ മതി. അവിടെ നിന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇവിടേക്ക് 6 അടയാളപ്പെടുത്താം. ഇത് കൂട്ടി യോജിപ്പിക്കുക. താഴേക്ക് ഇനി നീളം ഇവിടെ നിന്ന് പിടിക്കുക. ഇതിൻ്റെ നീളം, ഉടുപ്പിൻ്റെ നീളം ഒരു 11.5 അടയാളപ്പെടുത്താം. അത് ഈ മുകളിൽ വരച്ചിട്ടുള്ള ഈ നേരെയായിട്ട് നമ്മൾ വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് പിടിക്കുക 11.5. എന്നിട്ട് ഓരോ അങ്ങനെ പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് 11.5 അടയാളപ്പെടുത്താം. ഇവിടെ എന്നിട്ടിത് കൂട്ടി യോജിപ്പിക്കാം. ഇത് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തില്ലേ, അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ച് ചേർക്കാം. അധികം വിരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാട്ടോ. കുറച്ചിട്ടുണ്ട്, ചെറിയ എരിവ് മതി. അങ്ങനെ അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴിയുടെ ഇവിടെ 4 എടുത്തത് അതിൻ്റെ പകുതി 2 പോയിൻ്റ് ഇട്ടിട്ടൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി കഴുത്തും ഇവിടെ ഒരു റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. നമുക്കത് കഴിഞ്ഞിട്ട് വെട്ടി മാറ്റാം. നമുക്ക് ആദ്യം തന്നെ താഴത്തെ ഭാഗം വെട്ടി മാറ്റാം. വെട്ടി മാറ്റി. അധികം വിരിവ് വേണ്ടാത്തതാണ് ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതിൽ തയ്യൽ തുമ്പെന്ന് പറയാനായിട്ട് ഇല്ല. നമുക്ക് കഴുത്തിപ്പോൾ 4 ഇഞ്ച് വെച്ച് മടക്കി അടിക്കും, കൈക്കുഴിയും 4 ഇഞ്ച് വെച്ച് മടക്കി അടിക്കും.
ഇവിടെ ചെറിയ കുട്ടികൾക്കാരനും ഇത് ഇഷ്ടംപോലെ വിരിവുണ്ടാവും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഒരു ഇഞ്ച് നമ്മൾ അതിനായിട്ട് എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ 6 ആണ് എടുത്തത്. അപ്പോൾ നമുക്കാദ്യം ഈ ഭാഗം ഒന്ന് വെട്ടിക്കളയാം, നേരെ വരച്ചത്. ഇനി നമുക്ക് കഴുത്ത് വെട്ടാം. കഴുത്ത് വെട്ടി മാറ്റി ഇനി കൈക്കുഴി വെട്ടാം. നമുക്ക് നിർത്തി നോക്കാം കേട്ടോ. ഈ ഉടുപ്പിൻ്റെ കഴുത്ത് ആദ്യം തന്നെ മടക്കി അടിക്കണം കേട്ടോ. അതുപോലെ തന്നെ 2 മടക്ക് മടക്കി ആ ഒരു നെക്ക് എന്ന് വെച്ചാൽ നമ്മൾ നിർത്തി വേണം അടിക്കാനായിട്ട്. കറക്റ്റ് ആ വളവൊക്കെ എത്തുമ്പോൾ വളച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. നെക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി അടിക്കാനുള്ളത് നമ്മുടെ കൈക്കുഴിയാണ്. അപ്പോൾ കൈക്കുഴി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പീസ് വെച്ച് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇതിൻ്റെ 2 സൈഡും, ഇത് ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ കഴുത്തും കൈക്കുഴിയും അതുപോലെ തന്നെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് നമ്മൾ അടിക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഇതുപോലെ തന്നെ അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് മടക്കിയിട്ടിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മളിതുപോലൊരു ചെറിയൊരു വെട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി, ഒരു ചെറിയൊരു ഹോള്. എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി സെൻറ്റർ ഭാഗത്ത് തന്നെ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഹോള് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ചെറിയൊരു പീസ് തുണി വെട്ടിയെടുക്കുക. ഈ ഒരു ഹോള് നമ്മൾ മടക്കിയടിക്കുക. അതിന് ചുറ്റും മടക്കിയടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു സ്ക്വയർ പോലൊരു പീസ് നമ്മൾ വെച്ച് അടിക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും അത് മടക്കി ഇതിന് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അടിക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് നമ്മളൊരു തുണി വെട്ടിയെടുത്താൽ മതി. അതിന് ശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ അടിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് അത് മടക്കിയടിക്കണം നമ്മൾ. ആ പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് സെൻറ്ററിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി കയറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആ വെട്ടിയതിൻ്റെ ചുറ്റും തുന്നൽ വരണം. ഒരു തുണി വെച്ച് എങ്ങനെ അടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ മടക്കി ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു പണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലെത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റിനും നമുക്കിതുപോലെ അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച തുണി നമ്മൾ വെട്ടിയതിന് ശേഷം അത് 4 ഭാഗത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും അടിച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്തിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നടുക്കിൽ കൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു നീട്ടത്തിലുള്ള പീസ് നമ്മൾ 2 സൈഡും വെക്കണം. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ഒരു പീസ് നീട്ടത്തിലെടുത്തിട്ട് വെച്ച് അടിച്ച് വെക്കാം കേട്ടോ. അടിയിലും അതുപോലെ തന്നെ 2 സൈഡും അടിച്ച് വെക്കണം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ്റെ കൈക്കുഴി നമ്മൾ അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വേഗം അടിച്ചെടുക്കാം കേട്ടോ. ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും കൈക്കുഴിയും അതുപോലെ തന്നെ കൈയും പിന്നെ താഴത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. ഇത് ഏറ്റവും അടിവശവും കൂടെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് 2 മടക്ക് മടക്കിയതിന് ശേഷം അടിഭാഗം നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എടുക്കുന്ന തുണിയിൽ തേരിവശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നൂല് പോവാത്തൊരു ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗം സ്റ്റിച്ച് ചെയ്യാണ്ടൊക്കെ നമുക്ക് ചില തുണികൾ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഭംഗിക്ക്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ നമുക്കിതുപോലെ കൂട്ടിയടിക്കാം കേട്ടോ. അതിനുശേഷം 2 സൈഡും നമ്മൾ കൂട്ടിയടിക്കണം. അപ്പോൾ ഷോൾഡർ നമുക്ക് 2 ഭാഗവും കൂട്ടിയടിച്ചതിന് ശേഷമാണ് സൈഡ് ഭാഗം ഒന്ന് കൂട്ടിയടിക്കേണ്ടത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻറ്ററിൽ ഇടാനായിട്ടൊരു വള്ളി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിന് മാച്ചായിട്ടുള്ള വള്ളി വേണമെങ്കിൽ അങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അറ്റത്ത് നമ്മളെ ഡ്രസ്സിൻ്റെ തന്നെ ഒരു ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് കൂടെ വേണം നമ്മൾ ഈ നമ്മളിപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ വള്ളി നമുക്ക് കയറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ളൊരു കഫ്താൻ ഫ്രോക്കാട്ടോ തയ്ച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. പറഞ്ഞുതരാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്.